അപ്പോൾ ഗൈസ് നമ്മൾ സലാഹന് വിട പറഞ്ഞ് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ്. നമ്മളിപ്പോൾ ചിത്കുൽ ഭാഗത്തേക്കാണ് പോകുന്നത്. സാംഗ്ലയിൽ സ്റ്റേ. അപ്പോൾ നമ്മൾ ചിത്കുൽ പോയിട്ട് തിരിച്ച് സാംഗ്ലയിൽ വന്നിട്ട് അവിടെ സ്റ്റേ ചെയ്യും. ഗൈസ് ഇവിടെയൊക്കെ ലാൻഡ് സ്ലൈഡ് ഉണ്ടായതാണ്ടോ, പാറ ഉരുകി താഴ്ത്തേക്ക് വന്നിങ്ങനെ ഉരുണ്ടിട്ട് ഇതാ അവിടെ പാറ ഉരുണ്ടിട്ട് ഇതാ പുറത്ത് ഇവിടെയൊക്കെ വന്ന് നടക്കണം. ഗൈസ് റോഡ് കണ്ടോ, പൊള്ളി റോഡല്ലേ. സൈഡിലൊക്കെ നല്ല പാറ ചെത്തിയ വെച്ചിട്ട് റോഡ് ഉണ്ടാക്കിയിരിക്കുക. നല്ല അടിപൊളി റോഡ് കേട്ടോ. നല്ല തണുത്ത കാറ്റും ഈ സൈഡിൽ കണ്ടോ. ഇവിടെ നല്ല വ്യൂ ആണ്. അത് നമുക്ക് ഞാൻ അപ്പുറത്തല്ല ഇപ്പുറത്തായതുകൊണ്ട് നമുക്ക് ഇങ്ങനെ കാണിക്കാൻ പറ്റുള്ളൂ. നല്ല തണുത്ത കാറ്റ്. കൈ മരവിച്ച് പോയിട്ടുണ്ട്, ഇങ്ങനെ പുറത്തേക്ക് പിടിച്ചിട്ട് തോന്നുന്നുണ്ട്. ഗൈസ് ഇതാണ് ആ മറ്റേ കവാടം പറഞ്ഞത്. ഇതിൻ്റെ ഇടയിൽ കൂടെ പോകുന്നത് സൂപ്പറല്ലേ. കുറേ ആൾക്കാർ ഫോട്ടോ എടുക്കാനൊക്കെ വന്ന് നിൽക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ അങ്ങനെ പോവുക ചെയ്യാം. ആ വണ്ടി വരുന്നത് കണ്ടോ കേട്ടോ. അപ്പം അതിൻ്റെ ഇടയിൽ കൂടെ ഒരു ലോറി വരുന്നത് കാണാം കേട്ടോ. ഇത് തുറന്നിട്ട് അവർ റോഡ് ഉണ്ടാക്കി അതിനിടയിൽ കൂടെ. ഇതുണ്ടോ ഗൈസ്, ഇത് റോഡ്. ഈ റോഡിൽ നിന്ന് താഴോട്ടുണ്ടോ, തൊട്ടപ്പുറത്താണ്. ഇവിടുന്ന് താഴെ പോയാൽ നേരെ ആ കൊക്കയിലെത്തും. ഈ പാറയൊക്കെ തുറന്നുണ്ടാക്കിയത് സൂപ്പറായിട്ടുണ്ട് കേട്ടോ. കണ്ടാ, എങ്ങനെ ഉണ്ടാക്കിയോ. ഭയ്യ വണ്ടിയും കൊണ്ട് ഇങ്ങോട്ട് വന്നേ. ഞങ്ങളത് അതും കടന്ന് അവിടെ നിന്ന് ഇപ്പുറത്തേക്ക് വന്നു. അവിടെ കാണുന്നതാണ് ലാൻഡ് സ്ലൈഡ് റോഡ് എന്ന് പറയുന്നത്. അവിടെ എപ്പോഴും മിക്കവാറും ടൈമിൽ ലാൻഡ് സ്ലൈഡ് ഉണ്ടാകുമെന്നാണ് ഹിമാൻഷു പറഞ്ഞത്. കാണാനുണ്ടോ, കുറേ അപ്പുറത്താട്ടോ. നമ്മളവിടേക്ക് ആ വഴിക്കാണ് പോകുന്നത് കണ്ടോ. ആ സൈഡ് മൊത്തം പാറിന് താഴെത്തിക്കണു. ഇതാ ഇവിടെ അങ്ങനെ വണ്ടി നിർത്താനൊന്നും പാടില്ല. എപ്പോഴാണ് ലാൻഡ് സ്ലൈഡ് ഉണ്ടാവുക എന്ന ഒരു ഐഡിയ ഇല്ല. എന്താ പാറയൊക്കെ, വെജിറ്റേഷൻ തീരെ ഇല്ലാത്ത സ്ഥലം. രണ്ടും മരങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, എങ്ങനെ നിൽക്കുന്നതാവും. നിഗൽസൂരി പറഞ്ഞൊരു സ്ഥലത്ത് നമ്മൾ എത്തിയിരിക്കണേ. ഈ ഗാവ് അതിൻ്റെയാണ്, ഈ വില്ലേജ്. ഇതിൻ്റെ അടുത്താണ് ആ ലാൻഡ് സ്ലൈഡ് ഉണ്ടായിന്ന് പറഞ്ഞ് നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. അടുത്തപ്പോൾ കാണാം. ഇപ്പോൾ ഇതിൽ ഈ ഫ്രെയിമിൽ കാണുന്നതാണ് ആ നിഗൽസൂരി ടൗണ്.
തിരക്കൊക്കെ ഉണ്ട് കേട്ടോ, അത്യാവശ്യം വണ്ടികളൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ നമ്മളതാ അത് കൂടെ അങ്ങനെ കറങ്ങി ഇപ്പുറത്തേക്ക് എത്തി. ഞാൻ ഇപ്പോൾ ആ ഭാഗത്ത് നിന്ന് കാണിച്ചു തന്നെ ലാൻഡ് സ്ലൈഡിൻ്റെ താഴെ എത്തിയിരിക്കണേ. ഓരോരോ മല കടന്നു വരുമ്പോഴേക്കും വെജിറ്റേഷൻ കുറഞ്ഞു വരിക, പാറ മാത്രമായിട്ട് മാറുന്നു. സറ്റ്ലജ് റിവറാണ് താഴെ പോകുന്നത്. ഈ റിവറിൻ്റെ സൈഡിൽ കൂടെ നമ്മൾ പോക്ക് മൊത്തം. അപ്പുറത്ത് കൂടെ പോകുന്നുണ്ട്, ഇപ്പുറത്ത് കൂടെ പോകുന്നുണ്ട്. ആ ലാൻഡ് സ്ലൈഡുള്ള ഭാഗത്താണ് ഇവിടെ ഇപ്പോൾ നിർത്തിയിട്ടേക്കുക. ഒരു സമയത്ത് ഒരു സൈഡിലത്തെ വണ്ടികളെ മാത്രമേ കടത്തി വിടുന്നുള്ളൂ. അതൊരു ആർമിയാണല്ലോ. ഇതാണ് ലാൻഡ് സ്ലൈഡിൻ്റെ അടുത്ത് കൂടെയുള്ള വഴി. സാവധാനം ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ഭയങ്കരമായിട്ട് പാറടി എന്ന് പറഞ്ഞിട്ട് ഒരു പാറ പൊട്ടിക്കുവാണ് അവിടെ. അതാണ് റോട്ടിക്ക് വീട്ടുണ്ട്. വ്ളോഗ് കാണാൻ പറഞ്ഞോ? വ്ളോഗിൽ വരും. വ്ളോഗ് വരും. അപ്പോൾ അവിടെ ഫുള്ള് പാറ വീണുകൊണ്ടിരിക്കുന്നു. ഒരാളെ കൂടെ കിട്ടിയില്ലേ? യെസ്, പുതിയൊരു സബ്സ്ക്രൈബറെ കിട്ടി യെസ് ഞങ്ങൾക്ക്. ഇവിടെ മൊത്തം പാറടിഞ്ഞ് പോയിക്കണം. നല്ല സൂപ്പർ റോഡ്. നമുക്ക് തഴമ്പുന്നത് സത്ലജ് റിവർ പോകുന്ന റോഡ് വൈബ് റോഡാട്ടോ. നമുക്ക് തഴമ്പുന്നതാണ്. അതാണ് സത്ലജ് റിവർ. കാണുന്നുണ്ട് വിചാരിക്കുന്നു. നല്ല കുലക്കാർ കാണുന്നില്ല. ഇത് അറ്റ് എ ടൈം ഒരു സൈഡ് മാത്രമേ തുറന്നു വരുന്നുള്ളൂ കേട്ടോ. കാരണം ഈ റോഡ് തന്നെയാണ്. ഇല്ല, റോഡ് ഇതാ അവിടെ നിന്ന് നന്നാവും. ഈ ഒരു ഭാഗം മാത്രമേ ഉള്ളൂ. അതോ ആ സൈഡ് റെയിലൊക്കെ ഇടിഞ്ഞ് താഴെ പോയി. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. വീണ്ടും ഞങ്ങൾ നല്ല റോഡിൽ കയറി ഗൈസ്. മുടിയൊക്കെ പാറി എന്തോ പോലെ ഗൈസ്. ഞങ്ങൾ വന്നിരിക്കുന്നത് തെരണ്ടാമ്മ മന്ദിറാണ്. ഇവിടെ ഇത് കൂടെ പോകുമ്പോൾ അവിടെ നിർത്തണം നിർബന്ധമാണ്. എന്നുവെച്ചാൽ നിർബന്ധം മീൻസ് നല്ലതാണെന്ന് പറഞ്ഞത്. അങ്ങനെ നിർത്തിയതാണ് നമ്മുടെ ഡ്രൈവർ ചേട്ടൻ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ അത് കാണിച്ചു തരാം. ഇത് റോഡ് സൈഡിൽ തന്നെയാണ് കേട്ടോ. ഇത് തെരണ്ടാമ്മ ഇതിൻ്റെ മുകളിൽ കുഞ്ഞുള്ളത്. റോഡ് സൈഡിൽ തന്നെ. ഇതുണ്ടോ, ഇത് ഇവിടെ നിന്നുള്ള വ്യൂ പോയിന്റ് ആണ്. താഴെ സത്ലജ് റിവർ ഇതായി പോകുന്നു. രണ്ട് മലേൻ്റെ ഇടയിൽ കൂടെ ഉള്ള വെറൈറ്റി ആയിട്ടുണ്ടല്ലേ. മോള് ഭാഗത്ത് ഇങ്ങനെ വെച്ച് തണുത്ത് കൂടെ കട്ടയ്ക്ക് വെച്ചേക്കോ അല്ലേ, ഒരു താഴെ കൂടെ വീഴുവോ? ഇതന്നെ ഉള്ളു കേസ്. ഇവിടെ ഇതേ അടുത്തതും അവിടെ കാണാൻ പോകുന്ന ആ ദൂരെ കാണുന്നത് തന്നെ. ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ പിന്നെ അടുത്ത വണ്ടി പോകാൻ വേണ്ടിയിട്ട് ഇനി ഞാനോ റോഡ്സാണ്, പക്ഷെ നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ ലാൻഡ് സ്ലൈഡ് കൊണ്ട് അവർക്ക് ഇടയ്ക്കിടയ്ക്ക് മെയിൻ്റെനൻസ് ചെയ്യേണ്ട ആവശ്യം വരുന്നുണ്ട് കേട്ടോ. ഇത് NHAൻ്റെ അണ്ടറിലാണോ ബ്രോൻ്റെ അണ്ടറിലാണോ എന്നറിയില്ല. അവിടെ കാണുന്നൊക്കെ റോഡാണ്. എല്ലാം മലങ്ങളുടെ ഇടയിൽ കൂടെയാണ്. നമ്മൾ വന്നു വഴിയാ തോന്നുന്നു. പച്ചവെള്ളം പറഞ്ഞതാണ്.
ഹൈഡ്രോ പ്രൊജക്റ്റ് തോന്നുന്നു. ഇതൊരു ഡാമാണേ. ഞങ്ങൾ പെട്രോൾ അടിക്കാൻ നിർത്തി. ഇവിടെ പെട്രോളിൽ പൈസ ഇനി ഇവിടെ അങ്ങോട്ട് പോകുമ്പോൾ കൂടിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അതാ ബൈ അവിടെ നിർത്തിയിട്ട് പെട്രോൾ അടിക്കുക. പക്ഷെ നമ്മുടെ നാട്ടിലേക്ക് വെച്ച് നോക്കുമ്പോൾ കുറവാട്ടോ. ഇവിടെ 95 രൂപയുള്ളൂ. നമ്മൾ നിർത്തിയ സ്ഥലം താപ്രി പറഞ്ഞ സ്ഥലത്താണ്. NH5 നമ്മൾ പോയിക്കൊണ്ടിരിക്കണം. സത്ലജ് റിവർ വണ്ടി കൂടെ വന്നു കണ്ടില്ലേ? ഇതാണിത്. ഇതിൻ്റെ സൈഡിലാണ് ആ മറ്റേ JSWൻ്റെ ഹൈഡ്രോ പവർ സ്റ്റേഷനാണ് കണ്ടത്. നല്ല തണുത്ത വെള്ളമായിരിക്കും. എന്താണ് പരിപാടി ഉണ്ടായിരുന്നു? അമ്മ ഒറ്റയ്ക്ക് പാട്ടും കേട്ടിരിക്കുന്നു ഗൈസ്. അത് നാളെ കാണാൻ പറഞ്ഞില്ല. നല്ല ഇടയിലുള്ള പെട്രോൾ ബങ്ക്. നമ്മളെ പെട്രോൾ പമ്പ് കഴിഞ്ഞിട്ട് കുറേ കൂടി ഫ്രണ്ടിലോട്ട് വന്നു. സാംഗ്ലയ്ക്കുള്ള റോഡിലേക്ക് തിരിഞ്ഞോട്ടോ. അപ്പോൾ നേരെ പോയാൽ സാംഗ്ല ചിത്കൊല്ലൊക്കെ ഇവിടെ വരിക. ഈ റോഡ് നേരെ പോയാലാണ് ചൈന ബോർഡറിലുള്ള ലാസ്റ്റ് വില്ലേജിന് അങ്ങോട്ട് വരുന്നത്. അപ്പോൾ നമ്മളൊരു ഡാമിൻ്റെ അടുത്താണ് നിൽക്കുന്നത്. കാണാൻ പറ്റുമോ? ഇതാ നല്ല പച്ച വെള്ളം. ഒക്കെ സത്ലജിൻ്റെ ഭാഗം തന്നെ. ഇതിൻ്റെ ഇടയിലൊക്കെ ഡാം കെട്ടിയിട്ട് ഒരു ഹൈഡ്രോ പവർ ജനറേഷൻ ചെയ്തുകൊണ്ടിരിക്കുക. ഇവിടെ കോമണാണ്. ഇവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ അങ്ങനെ വൈദ്യുതി ഉണ്ടാക്കുന്നവർ. മെറ്റൽ ബ്രിഡ്ജാണ് ഇവിടെ കൂടുതൽ. വെള്ളം കൂടുതലൊക്കെ കുത്തിയൊഴിച്ച് വന്നാലും പിടിച്ച് നിൽക്കണ്ട. വെള്ളം കണ്ടോ? എന്ത് ക്ലിയർ വാട്ടറാ. പച്ച കളറിൽ നിൽക്കുന്നുണ്ട്. എന്ത് സൗണ്ടാണ് ഒരു വണ്ടി ഇതിൻ്റെ മുകളിൽ കൂടെ പോകുമ്പോൾ. റോഡൊക്കെ മാറി. റോഡിലൊന്നും ഫുള്ള് കുഴിയും കൊണ്ടും കുഴിയാണ്. റോഡില്ലാതെ ആയിക്കൊണ്ടിരിക്കുന്നു. മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതനുസരിച്ച് നല്ല കുലുക്കുണ്ട്. ഓ സെറ്റ് സെറ്റ് സെറ്റ്. അപ്പോൾ അങ്ങോട്ട് പോയി. വെയിലിങ്ങോട്ടും വന്നു. So guys, show your love by subscribing the channel and giving a like.